2500 വർഷം കൊണ്ട് മറ്റുള്ള ആൾക്കാർ പറഞ്ഞ് പരത്തി ഉണ്ടാക്കിയ ഒരു ബുദ്ധനാണ് നമുക്കറിയാവുന്നത്. അല്ല, യഥാർത്ഥം ജീവിച്ചിട്ടില്ല. അത് കവിതയ്ക്കകത്തൂടെയും കഥയ്ക്കകത്തൂടെയും ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയ ബുദ്ധനും യേശു ക്രിസ്തു ഒക്കെയാണ് ലോകത്തുള്ളത്. കേരളത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്താണ്? രാഷ്ട്രീയം, മതം, കല്യാണം, കഞ്ചാവ്. തെരഞ്ഞെടുക്കാതെ കല്യാണം കഴിക്കുന്നതായിരിക്കും ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരം. മതത്തിനേക്കാളും രാഷ്ട്രീയത്തിനേക്കാളും കഞ്ചാവിനേക്കാളും. ഭരണഘടനാപരമായ അവകാശം കിട്ടിയിരിക്കുന്ന സ്ഥലത്ത് നാട്ടുകാരും വീട്ടുകാരും ആലോചിച്ച് ഇന്നും കല്യാണം കഴിക്കുന്നിടത്ത് എത്തുന്നതാണ് മണ്ടത്തരം. ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഒരുപാട് അതുവരെ കാണാത്ത പ്രവർത്തനങ്ങളിലൊന്നും തന്നെ ഏർപ്പെടാത്ത ഒരുപാട് പേര് പെട്ടെന്ന് ലിസ്റ്റിലൊക്കെ കടന്നു കയറുന്നതും അവരൊക്കെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതുമായിട്ടൊക്കെ കണ്ടു. സെലിബ്രിറ്റി ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. സെലിബ്രിറ്റിയായിട്ട് അതിനൊരു ബന്ധമില്ല. പാവം പിടിച്ച മനുഷ്യരെ പറ്റിക്കാനായിട്ട് വേണ്ടി മാത്രമാണ്. അല്ലാതെ അവരെ കൊണ്ടെന്ത് പ്രത്യേകിച്ച് എന്താണ്? സിനിമ അഭിനയിക്കുന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ സ്പോർട്സിലൊരു മിടുക്കനായ ഒരാളോ സാമൂഹ്യ പ്രവർത്തനത്തിന് അവർക്ക് മികവുണ്ടാകുന്നെങ്കിൽ അവരുടെ ഫീൽഡ് പോലുമല്ല. പണ്ടാണെങ്കിൽ അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാമൂഹ്യമായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. അറിവ് വേണമെന്നേ ഇല്ല, അറിയപ്പെടുന്നവരാകാൻ. നിയോ പ്രൈമിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ തിരയുന്ന ആ മുഖത്തെയാണ്. സ്വന്തമായ തുറന്ന് പറച്ചിലുകളിലൂടെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം നേടിയ റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത കേരളത്തിലെ മൈത്രേയൻ സാറാണ്. സാർ, വെൽക്കം. ഞാൻ ഇൻ്റർവ്യൂസിൽ മാത്രമാണ് സാറിനെ കണ്ടിരിക്കുന്നത്, നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. ഇറ്റ്സ് എ പ്ലഷർ സീയിങ് യു ഇൻ റിയൽ, സർ. സാർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തിനെപ്പറ്റിയും ഏതിനെപ്പറ്റിയും ചേച്ചി ചോദിക്കാം, എന്തിനെപ്പറ്റിയും കൃത്യമായിട്ടുള്ള അഭിപ്രായമുള്ള ഒരാളാണ് സാർ എന്നാണ് എൻ്റെ എല്ലാ ഫ്രണ്ട്സും ബാക്കിയുള്ള സാറിൻ്റെ സോക്കോൾ സാറിനെ ഏർഡൻ്റായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവരും പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് സാർ രാഷ്ട്രീയമുണ്ട്, കുറച്ച് മതമുണ്ട്, കുറച്ച് സൊസൈറ്റി സിസ്റ്റം, അങ്ങനെയൊക്കെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. സാർ എപ്പോഴും റെഡിയാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ തുടങ്ങട്ടെ സാർ. ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഭയപ്പെടുന്നത്, ഇപ്പോൾ സാർ ഭയപ്പെടുന്നത് എന്തിനെയാണ്? അങ്ങനൊരു ഭയമില്ല. ഇപ്പോൾ വണ്ടി ഇടിക്കാൻ വന്നാൽ ഞാൻ ഓടും. അല്ല, എന്തിനേലും നഷ്ടപ്പെട്ട ഒരു സമയത്തൊരു ഭയമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി സാറിന് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തൊരു പോയിന്റ്? അതിപ്പോൾ ഈ യുദ്ധമൊക്കെ ആരംഭിക്കുമ്പോൾ അത് ഫീൽ ചെയ്യും. കാരണം നമ്മൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നതായ അല്ലെങ്കിൽ ഞാൻ തന്നെ ജീവിതം കൊണ്ടൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഇല്ലാതായി പോകുന്ന കണ്ടു മുമ്പിൽ കാണാൻ പറ്റും. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം മാറിപ്പോകും. അപ്പോൾ അതുപോലുള്ള പ്രത്യേകിച്ചും മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു പ്രശ്നം, യുദ്ധമാണത് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അല്ലാതെ ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വരുന്നതോ ഭൂമി ഉരുക്കം ഉണ്ടാകുന്നതൊന്നും അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് മരണം പോലെ വരുന്നതാണെന്നറിയുന്നതാണ്. പക്ഷെ ഇത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതായിട്ടുള്ള, മനുഷ്യർക്ക് ഒഴിവാക്കാവുന്നതായ ഒരു കാര്യം, ഒരു അനുചിതമായി കടന്നു വരുന്ന ഒരു പ്രശ്നമായിട്ടാണ് അതിനെ കാണുന്നത്. അപ്പോൾ അത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇതുവരെ ജീവിതത്തിൽ ഇത് നഷ്ടപ്പെട്ടപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു പെയിൻ സാറിന് ഉണ്ടായതെന്ന് തോന്നിയ ഒരു കാര്യം? അത് ഇഷ്ടമുള്ള മനുഷ്യർ മരിച്ചു പോകുമ്പോൾ അതുണ്ടാകാറുണ്ട്. പ്രിയപ്പെട്ടവരായ ആൾക്കാർ ഒത്തിരി പേര് മരിച്ചു പോയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരായിരിക്കുന്നവരെല്ലാം പോയിട്ടുണ്ട്. പ്രണയിച്ചിരുന്നവർ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ സമയത്ത് കുറേ ദിവസം അത് വിഷമിപ്പിക്കാറുണ്ട്. അവരുടെ ഓർമ്മകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്ന ഒരു മൊമെൻ്റ് അതില്ല. ഞാൻ ഈ മരണം അറിയുന്ന ആളാണ്. നമ്മളെല്ലാം മരിച്ചു പോകുന്നു, നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന നമ്മളും മരിച്ചു പോകുന്ന അറിയുന്ന ഒരു സ്ഥലമുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മരണത്തിനെ കാണുന്നതുണ്ടെങ്കിൽ അങ്ങനെയില്ല. പക്ഷേ നഷ്ടബോധം കൊണ്ടുണ്ടാകുന്ന വിഷമങ്ങളുണ്ട്. നമുക്ക് ഇനിയും രണ്ടാമതിരിക്കുക കണ്ട് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ള അറിവ്. പക്ഷെ അതേ സമയത്ത് തന്നെ ഇപ്പോൾ അവരുടെ മരണം നമ്മൾ പോയി കണ്ടില്ലെന്ന് വെച്ചു, കത്തെഴുതിയാലോ ഫോൺ വിളിച്ചാലോ കിട്ടുന്നില്ല എന്നുള്ളതുപോലെ മാത്രമായിരിക്കും പിന്നെ അവർ തുടരുന്നത്. അപ്പോൾ അതൊരു സ്ഥലമാണ്. പിന്നെ നമുക്കറിയുന്ന എല്ലാ മനുഷ്യരും മരിച്ചു പോകുന്നത് നമ്മുടെ മുന്നിലെ മനുഷ്യർ മാത്രമല്ലല്ലോ, ധാരാളം എല്ലാ ജീവികളും മരിച്ചു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അറിയുന്നത് കൊണ്ടാണ് അങ്ങനെ കാണാത്തത്. എന്നാലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കുന്നവർ, നമ്മൾ പോയി കാര്യം പറയുന്നവർ, ഇപ്പോൾ കൊച്ചി വന്നാൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഇല്ലാതായിപ്പോയാൽ ഒക്കെ ഉണ്ടാകുന്ന പോലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് അനുഭവിച്ചിട്ടുമുണ്ട്.
ഈ മരിച്ചവരുമായിട്ട് സംസാരിക്കാൻ കണക്ട് ചെയ്യാൻ ഈ ഓജോ ബോർഡ് പോലുള്ള കാര്യങ്ങളുമായിട്ട് പല വിദഗ്ധരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സാറ് അങ്ങനെ എന്തെങ്കിലും ഒരു ആഫ്റ്റർ ലൈഫിലോ അതുമായിട്ട് വരുന്ന ഏതെങ്കിലും കാര്യങ്ങൾ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിട്ട് വല്ലതും ഉണ്ടോ സാർ? ഇല്ല ഇല്ല. അതൊരു ഞാനൊരു എന്താണ് പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ കൂട്ടുകാരായിരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. സ്റ്റൗവൊക്കെ എടുത്ത് വെച്ചിട്ടൊക്കെ തൊട്ടിട്ട് അത് അനങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പിൽക്കാലത്ത് എനിക്കതിനെപ്പറ്റിയൊക്കെ മനസ്സിലായ സമയത്ത് അങ്ങനെയൊന്നും തന്നെ ഇല്ലെന്നറിയുന്ന ഒരാളാണ്. അല്ലാതെ സംശയങ്ങളൊന്നും അവിടെ ഇല്ല. മരിച്ചാൽ അവിടെ വെച്ച് തീരുന്ന മനുഷ്യർ മാത്രമേ ഉള്ളെന്നറിയാം. വിവാഹത്തെപ്പറ്റിയും പ്രണയ ജീവിതത്തെപ്പറ്റിയൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂസിൽ സാറ് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ആവർത്തിക്കുന്നില്ല. എന്നാലും നാളെ രാവിലെ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന ഒരു പെൺകുട്ടിയോടും ആൺകുട്ടിയോടും സാറ് നൽകുന്ന ഒരു സിംഗിൾ പീസ് ഓഫ് അഡ്വൈസ്. ആകെപ്പാടെ ഞാൻ പറയുന്നത് അവരുടെ തിരഞ്ഞെടുപ്പായിരിക്കണം എന്നുള്ളതാണ്. തിരഞ്ഞെടുത്തവർ തമ്മിലാണ് വിവാഹ കരാറുകളിൽ ഒപ്പിടേണ്ടത്. അല്ലാതെ അമ്മയും അച്ഛനും കുടുംബങ്ങളും ആലോചിക്കുന്ന ഒരു വിവാഹത്തിൽ അവർ ഇടപെടരുത്. ഞങ്ങളുടെ വിവാഹമായി എന്ന് പറയുന്ന ഒരു കുറി കാണാനാണ് എനിക്ക് ആഗ്രഹം. നിങ്ങൾ വരിക, അത് മാത്രമേ ഉള്ള ആൾക്കാരോട് പറയുന്നത്. തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യപരമായി പൗരന്മാരുടെ അടിസ്ഥാനപരമായ അവകാശമാണ്. നമ്മുടെ ഭരണാധികാരികളെയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ സേവിക്കാനായിട്ട് വരുന്നവരെയോ ഒക്കെ തിരഞ്ഞെടുക്കുന്ന പോലെ ഇണകളെ തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുക്കാത്ത ഒരാൾ വിവാഹം കഴിക്കരുത്. അത് മാത്രമാണ് പറയാനുള്ളത്. സർ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ ആഘോഷിച്ച ഒരു കാര്യമായിരുന്നു നമ്മുടെ ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. ഒരുപാട് അതുവരെ കാണാത്ത പ്രവർത്തനങ്ങളൊന്നും തന്നെ ഏർപ്പെടാത്ത ഒരുപാട് പേര് പെട്ടെന്ന് നമ്മുടെ ലിസ്റ്റിലൊക്കെ കടന്നു കയറുന്നതും അവരൊക്കെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതുമായിട്ടൊക്കെ കണ്ടു. സെലിബ്രിറ്റി ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. സോ ഈ ഒരു സെലിബ്രിറ്റി കാൻഡിഡേറ്റ്സിൽ സാറിന് അല്പമെങ്കിലും പ്രതീക്ഷ തോന്നി ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ? ഞാൻ ഈ സാമൂഹ്യ പ്രവർത്തകനായിരുന്ന ആളാണ്. എപ്പോഴും കുറച്ച് സാമൂഹികമായിട്ട് സംസാരിക്കുന്ന ആളാണ്. സെലിബ്രിറ്റിയായിട്ട് അതിനൊരു ബന്ധമില്ല. അത് പാവം പിടിച്ച മനുഷ്യരെ പറ്റിക്കാനായിട്ട് വേണ്ടി മാത്രമാണ്. അല്ലാതെ അവരെ കൊണ്ട് എന്ത് പ്രത്യേകിച്ച് എന്താണ്? ഇപ്പോൾ സിനിമ അഭിനയിക്കുന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ സ്പോർട്സിലൊരു മിടുക്കനായ ഒരാളോ സാമൂഹ്യ പ്രവർത്തനത്തിന് അവർക്ക് മികവുണ്ടാകുന്ന എങ്ങനെ? അപ്പോൾ അവരുടെ ഫീൽഡ് പോലുമല്ല. അതുകൊണ്ട് അവർ അറിയപ്പെടുന്നു എന്ന് പറയുന്നത്, പണ്ടാണെങ്കിൽ അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാമൂഹികമായ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. എഴുതി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അറിവുള്ള ആളുകളാണ് അറിയപ്പെടുന്നതെന്നായിരുന്നു പണ്ടുണ്ടായിരുന്നത്. പക്ഷേ സിനിമാ മാധ്യമം, ഇപ്പോൾ ടെലിവിഷൻ, ഇപ്പോൾ നമ്മൾ രണ്ടുപേരോട് ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു കാര്യവും അറിവ് വേണമെന്നേ ഇല്ല അറിയപ്പെടുന്നവരാകാൻ. അതിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യമാണ് ടെലിവിഷൻ എന്ന് പറയുന്നതും അതിനുശേഷം സിനിമ എന്ന് പറയുന്നത്. അത് വന്നപ്പോൾ അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ പോസ്റ്റർ, സിനിമയുടെ പോസ്റ്ററാണ് അവർ വയ്ക്കുന്നത്, പക്ഷേ നമ്മുടെ എല്ലാവരുടെയും മുഖം അതിനകത്തുണ്ടാവും. അപ്പോൾ എല്ലായിടവും അവരെ അറിയപ്പെടുന്നവരായി മാറും. അപ്പോൾ പണ്ട് തൊട്ട് അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ ധാരാളം സാമൂഹികമായ മേഖലകളിൽ പ്രവൃത്തി ചെയ്ത ഒരാളെ അറിയപ്പെടുകയുള്ളൂ. പണം ഉണ്ടാക്കിയാൽ പോലും അറിയപ്പെടത്തില്ല. അപ്പോൾ അറിവുള്ള ആൾക്കാരാണ് അറിയപ്പെട്ടിരുന്നത് എന്നുള്ള പഴയ കാലത്തെ ആ ഒരു ഫ്രെയിമിനകത്താണ് ഇന്ന് അറിയപ്പെടുന്നതിന്. സിനിമയിൽ അഭിനയിച്ചാൽ പെട്ടെന്ന് അറിയപ്പെടും, ഒറ്റ ദിവസം കൊണ്ട് ഒരാൾ അറിയപ്പെടും. പക്ഷെ അതിനനുസരിച്ച് അറിവൊന്നും ഉണ്ടാകത്തില്ല. അവർക്ക് അറിയപ്പെട്ടു എന്നുള്ളതല്ലാതെ അറിവുമായി അവർക്കൊരു ബന്ധവുമില്ല. ലോകത്തിൽ ആരെങ്കിലുമായിട്ട് അവർക്ക് ഇടപെടാനോ അവരെ കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താനുള്ള അറിവൊന്നും അവർക്കില്ല. അറിയപ്പെട്ടു പോകുന്നത് അന്യഥ. ഞാൻ പറഞ്ഞില്ല, പോസ്റ്റർ എല്ലായിടവും ഒട്ടിക്കുന്നു. ഇപ്പോൾ ഒരു ഇലക്ഷൻ നിൽക്കുന്ന ഒരാളിന് അയാളുടെ കോൺസ്റ്റിറ്റ്യുവൻസി മാത്രമേ അയാളുടെ പടം വയ്ക്കുന്നുണ്ടാവും. അതിനപ്പുറത്തോട്ടൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി അറിയപ്പെട്ട് മറ്റ് പല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുള്ള ഒരാൾ മാത്രമേ ഇപ്പം മോദിയുടെ പടം ഇരിക്കുന്നു അല്ലെങ്കിൽ പിണറായിയുടെ പടം ഇരിക്കുകയൊക്കെ ചെയ്യുന്ന പോലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ 10-40 വർഷമൊക്കെ ഉള്ള അവർ ഓരോന്ന് ചെയ്തിട്ടൊക്കെയാണ് അവിടെ എത്തുന്നത്. ഇതൊന്നും ആവശ്യമില്ല. ഒറ്റ സിനിമ കൊണ്ട് അത് ക്ലിക്ക് ചെയ്തു പോയൊരു സിനിമയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ എല്ലാവരും അറിയപ്പെടും. അറിയപ്പെടുന്നതനുസരിച്ചിട്ട് അവരിൽ ധാരാളം എന്താ പറയണ്ട ഉത്തരവാദിത്തങ്ങളും അറിവും ഒക്കെ ഉണ്ടായെന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷെ അങ്ങനെ ആയിരിക്കണമെന്നേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സന്ദർഭത്തിനകത്ത് അവരെ പോലെ ഒരാളെ നിന്ന് വോട്ട് കിട്ടുന്നുണ്ടാവും. നമുക്കറിയുന്ന സെലിബ്രിറ്റികളായിട്ടുള്ളൊരു ധാരാളം പേര് നിയമസഭകളിലെല്ലാം ഇരുന്നിട്ടുണ്ട്. ഹേമമാലിനിയൊക്കെ രാജ്യസഭയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്.
മറ്റേ ലോക്സഭയിൽ ഇരുന്നിട്ടുണ്ട്. അവരെപ്പോഴെങ്കിലും എണ്ണീറ്റ് നിന്ന് എന്തെങ്കിലും പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്? എൻ്റെ സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ എല്ലാ തവണയും അവർ ജയിക്കും. കാരണം ആൾക്കാർക്ക് അവരെ കാണാൻ കൗതുകമുണ്ട്. അതുകൊണ്ട് നല്ല പ്രവണതയാണോ സാർ ഇങ്ങനെ ഒരു കാൻഡിഡേറ്റ് സെലക്ഷൻ ഒരു പാർട്ടി നടത്തുമ്പോൾ? ചെയ്തുകൂടാത്തതാണ്, ഉത്തരവാദിത്വരഹിതമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് അതുകൊണ്ടാണ് സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് എം ജി രാമേന്ദ്രൻ മുഖ്യമന്ത്രിയാകുന്നത്, ജയലളിത മുഖ്യമന്ത്രിയാകുന്നത്, എം ടി രാമറാവു മുഖ്യമന്ത്രിയാകുന്നത്. അതെല്ലാം വളരെ എളുപ്പം. ഇപ്പോൾ വിജയ് അവിടെ കയറി നിൽക്കുന്നത് ഇതൊക്കെ എങ്ങനെ അവരുടെ അറിയപ്പെടുന്ന വശത്തിനെ അനുചിതമായി ഉപയോഗിക്കുന്ന സ്ഥലമാണ്. പണ്ടില്ല, ഇങ്ങനൊന്നും അറിയപ്പെടാനൊന്നും ഒക്കത്തില്ല. പിന്നെ നമുക്ക് വെറുതെ നോക്കാം, ബുദ്ധനെ പോലൊരാൾ, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം രാജാവായിരുന്നു, രാജാവിൻ്റെ മകനായിരുന്നു. ഇതൊക്കെ കൊണ്ട് അറിയപ്പെടുന്ന ഒരു വശം ഉണ്ടാകും. പക്ഷെ അപ്പോൾ പോലും നമുക്ക് നോക്കാം, അന്നത്തെ ഒരിടത്തിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ എത്ര പേര് കാണും? മനുഷ്യർ തന്നെ വളരെ കുറച്ചേ ഉള്ളെന്ന്. എന്നാൽ ഒരു 500 പേരൊക്കെ ആയിരിക്കും പരമാവധി ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന. ഇനി അതിനപ്പുറത്തോട്ടായാൽ പിന്നെ അദ്ദേഹം ഇരുന്ന് പറയുന്ന കേൾക്കാനും പറ്റത്തില്ല. ഗാന്ധി വന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ആൾക്കാർ എണീറ്റ് നിന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് മറ്റുള്ളവർ കേൾക്കുന്നത്. ലൗഡ് സ്പീക്കറൊക്കെ വരണ്ടേ? അപ്പം നമുക്കറിയാം അന്നത്തെ കാലത്ത് ഒരു 100-200 പേരൊക്കെ ഉള്ള ഒരു സദസ്സിലായിരിക്കും 200 പേര് തന്നെ പാടായിരിക്കും. ഇപ്പം നമ്മൾ ഈ ലൗഡ് സ്പീക്കറിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. ഉറക്കെ വിളിച്ചു പോവുകയാണ് ബുദ്ധൻ. ആ ഇരിപ്പ്, ഇപ്പോൾ അവിടെ ഇരിപ്പുണ്ടല്ലോ ബുദ്ധൻ്റെ പ്രതിമ, കുറച്ച് വിളിച്ചു പോയിരിക്കുകയാണെങ്കിൽ ആ ഇരിപ്പിരിക്കാനൊന്നും നോക്കത്തില്ല. അപ്പോൾ വളരെ മൃദുവായിട്ടായിരിക്കും വേണ്ടിയിട്ടുണ്ട്. വളരെ കുറച്ച് ആൾക്കാരുടെ മുന്നിൽ ഒരു 60 വർഷം സംസാരിച്ചിട്ടുണ്ടാകും. 60 ഇല്ല, 40 വയസ്സായപ്പോഴാണ് വിവരമൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ 40 വർഷമേ ഉള്ളൂ. അപ്പോൾ വളരെ കുറച്ച് മനുഷ്യരെ അഡ്രസ്സ് ചെയ്തിരുന്ന ഒരാൾ 2500 വർഷം കൊണ്ട് മറ്റുള്ള ആൾക്കാർ പറഞ്ഞ് പരത്തി ഉണ്ടാക്കിയ ഒരു ബുദ്ധനാണ് നമുക്കറിയാവുന്നത്. അല്ല, യഥാർത്ഥം ജീവിച്ചിട്ടില്ല അദ്ദേഹം. ആ ജീവിച്ചിരുന്ന ആളെന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന ഒരു ബുദ്ധൻ മാത്രമാണ്. കവിതയ്ക്കകത്തൂടെയും കഥയ്ക്കകത്തൂടെയും ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയ ബുദ്ധനും യേശു ക്രിസ്തു ഒക്കെയാണ് ലോകത്തുള്ളത്. അല്ലാതെ അവരാരെങ്കിലും അത്തരത്തിലുള്ള എന്തെങ്കിലും ചെയ്തിട്ടോ നമ്മൾ ഇന്ന് കാണുന്ന നിലവാരത്തിൽ അറിയപ്പെടുക എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷം കൊണ്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ്. ഇത് ഒറ്റ ദിവസം കൊണ്ട് അറിയാൻ പറ്റും. ഇപ്പോൾ സിനിമയാണ്, ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമയിലാണ് അഭിനയിക്കുന്നതെന്ന് വെച്ചാൽ ലോകവ്യാപകമായി അത് കാണിക്കും. 500-800 തിയേറ്ററുകളിലൊക്കെ ഒറ്റയടിക്കാണ് കാണിക്കുന്നത്. ഒരാൾ അറിയപ്പെടുന്നതിനൊന്നും വേണ്ട. ആ സിനിമയ്ക്കകത്തെ കഥാപാത്രം ആ ആൾ പോലുമല്ല. പക്ഷെ അത് മുഴുവനും അവരുടെ മേളിൽ ആരോപിക്കപ്പെടും. പക്ഷേ ഇതിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു. അതാണ് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്. ഇങ്ങനെയാണ്, പഴയ ഒരു ചരിത്രം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പം അത് ഇലക്ഷന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയ രാഷ്ട്രീയക്കാരും കൊണ്ടാണ് ആ ആളുകളെ നിർത്തുന്നത്. അല്ലാതെ അവരുടെ എന്തെങ്കിലും മിഴിവോ കഴിവോ കൊണ്ടല്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടു സാർ, ഇത്രയും വർഷം പ്രവർത്തിച്ചുകൊണ്ട് നിന്നവരൊക്കെ മണ്ടന്മാരാക്കിയാണോ മറ്റുള്ളവരെ കൊണ്ട് പ്ലേസ് ചെയ്തെന്ന്. അതിൽ സാറിൻ്റെ സ്റ്റാൻഡ് എന്താണ്? അവരുടെ എന്ന് പറഞ്ഞാൽ അവരെ മണ്ടന്മാരാക്കിക്കൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. ഇലക്ഷന് ജയിക്കുക എന്ന് പറയുന്നത് ഒരു നീഡുണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക്. ഒരു വോട്ടിന് ജയിക്കേണ്ടതുണ്ട്. ജയിച്ചില്ലെന്നുണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല, ഇലക്ഷന് നിന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇലക്ഷന് ജയിക്കുക എന്ന് പറയുന്നത് മാത്രം ലക്ഷ്യമായി മാറിയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ നിലനിർത്തുന്നത്. അപ്പം സാർ അതിന് ടോട്ടലി അഗെയിൻസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമല്ല. അല്ല. ഇനി സാർ, ഇപ്പോൾ നമ്മുടെ കാലാകാലങ്ങളായി നമ്മൾ ചെയ്യുന്ന, അതായത് സ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്താണ്? രാഷ്ട്രീയം, മതം, കല്യാണം, കഞ്ചാവ്. ഏറ്റവും വലിയ മണ്ടത്തരം ഇതിലേതാണ്? കല്യാണമാണോ, രാഷ്ട്രീയമാണോ, മതമാണോ, അതോ ഇനി കഞ്ചാവാണോ? ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ സാറിന് തോന്നുന്നു ഇതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ അബദ്ധമെന്ന്. അങ്ങനെ പാടാണ് അത്. ആ ചോദ്യം എന്ന് പറയുന്നതിനകത്ത് സന്ദർഭം അനുസരിച്ചിട്ട് ഈ പറയുന്ന കാര്യത്തിന് മാറ്റം വരും. എന്നാൽ ഇതിലൊട്ടും വേണ്ട എന്ന് സാറിന് തോന്നുന്നു. തെരഞ്ഞെടുക്കാതെ കല്യാണം കഴിക്കുന്നതായിരിക്കും ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം. തെരഞ്ഞെടുക്കാതെ കല്യാണം കഴിക്കുന്നത് അതായിരിക്കും. മതത്തിനേക്കാളും രാഷ്ട്രീയത്തിനേക്കാളും മതം എന്ന് പറയുന്ന ആരെങ്കിലും ഇപ്പോൾ ഉണ്ടാക്കുന്നൊന്നുമല്ല, പണ്ടേ ഉള്ളതാണ്. കല്യാണം വീണ്ടും വീണ്ടും നമ്മുടെ മുന്നേ വരുന്നതാണ്. ഇപ്പം നിങ്ങളുടെ മതമോ നിങ്ങളുടെ ജാതിയോ നിങ്ങളുടെ ഭാഷയോ നിങ്ങളുടെ പ്രദേശമോ ഒന്നും തന്നെ നിങ്ങളുടെ സ്വന്തം തിരഞ്ഞെടുപ്പിനുള്ള സ്ഥലമില്ല. ഇതങ്ങനെയല്ല. തിരഞ്ഞെടുക്കാനായിട്ട് ഭരണഘടനാപരമായ അവകാശം കിട്ടിയിരിക്കുന്ന സ്ഥലത്ത്
നാട്ടുകാരും വീട്ടുകാരും ആലോചിച്ച് ഇന്നും കല്യാണം കഴിക്കുന്നിടത്ത് എത്തുന്നതാണ് മണ്ടത്തരം. എന്നിട്ട് എല്ലാ തവണയും ഡൈവോഴ്സിന് വേണ്ടി കഷ്ടം പിടിച്ച് ഈ കോടതിയുടെ മുന്നിൽ എത്രയോ നാളിരുന്ന് നമ്മൾ ഒരു നിമിഷം ഒന്ന് അശ്രദ്ധമായി ഇരുന്ന് പോയതുകൊണ്ട് മാത്രം കൊടുക്കേണ്ടി വരുന്ന വിലയാണ്. അത് വേണമെങ്കിൽ അത് കല്യാണത്തിന് വേണമെങ്കിൽ ആ കൂട്ടത്തിൽപ്പെടുത്തും. ഇപ്പോൾ സാർ പറയുന്ന പോലെ കല്യാണമാണ് ഇതിൽ ഏറ്റവും വലിയ മണ്ടത്തരം. അത് ഇതുകൊണ്ടാണ് ചോയ്സും കൂടെ ഉള്ളതാണ്, നമുക്കതാണ് ഒരു സ്വാതന്ത്ര്യം. മറ്റേത് അങ്ങനെയല്ല. ഇപ്പം നിങ്ങളുടെ വീട്, നിങ്ങൾ ജനിച്ച വീട് തിരഞ്ഞെടുക്കാൻ ഒക്കത്തില്ല. നമ്മൾ രണ്ടൊരു മലയാള ഭാഷ സംസാരിക്കുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പല്ല. നല്ല ഭാഷയാണ് മലയാളം, അതുകൊണ്ടാണ് ഞാനത് സംസാരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇതങ്ങനെയല്ല. 10-18 വയസ്സ് വരെ നമ്മൾ എക്വിപ്ഡ് ആകുന്ന ഒരു സ്ഥലവും കൂടെ ഉണ്ട്. അതിനു മുമ്പ് വിവാഹം കഴിക്കാൻ അനുവദിച്ചിട്ട് പോലുമില്ല. തിരഞ്ഞെടുക്കണമെന്ന് പറയാൻ എക്വിപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളാണ് അതിനകത്ത് കൊണ്ടുപോയി ശരിക്കും പറഞ്ഞാൽ തല വയ്ക്കുന്നത്. ആ തല വെച്ചിട്ട് പിന്നെ ഇന്നിപ്പം വിവാഹത്തിനേക്കാളും കൂടുതൽ ഡൈവേഴ്സ് നടക്കുന്ന ഒരു സമൂഹമാണ്. വിവാഹത്തിനേക്കാളും കൂടുതലാണ് ഇന്ന് ഡൈവേഴ്സ്. അതിന് എത്ര വർഷമാണ്? 4-5 വർഷമൊക്കെയാണ് എടുക്കുന്നത്. മ്യൂച്വൽ ഡൈവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, താരതമ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു കാര്യമാണെന്ന് പറയും. പക്ഷെ മറ്റേത് നമുക്ക് അങ്ങനെയല്ല, വലിയ പാടാണ്. ആദ്യം തന്നെ നമുക്ക് അറിയാം, വക്കീൽ പറയും അപ്പുറത്തിരിക്കുന്ന ആൾ വളരെ മോശമാണെങ്കിൽ ആണെന്ന് തെളിയിച്ചാലേ ഈ മജിസ്ട്രേറ്റ് സമ്മതിക്കൂ. അത് കാരണം കൊണ്ട് നമ്മുടെ കൂടെ ജീവിച്ചിരുന്ന ആൾ വളരെ മോശമാണെന്ന് എഴുതി ആദ്യം കൊടുക്കേണ്ടി വരും. അത് വക്കീലന്മാർ പറഞ്ഞിട്ടാണ് ആയിരിക്കും അത് എഴുതുന്നത്. പെട്ടെന്ന് തന്നെ അപ്പുറത്തിരിക്കുന്ന ആളിന് ഇങ്ങനെയായിരുന്നു ഇവർ നമ്മളെപ്പറ്റി ചിന്തിച്ചത് എന്ന് വിചാരിച്ചിട്ട് വാശിയാവും. അങ്ങനെ വാശിയോടെ വിവാഹമോചനം കൊടുക്കില്ല എന്നുള്ളത് മാത്രമല്ല, എല്ലാ കാര്യത്തിനകത്ത് എതിരായി തീർന്ന് ശത്രുക്കളായി പിരിയേണ്ടി വരുന്ന സ്ഥലമാണ്. അതിനപ്പുറത്തോട്ടൊരു മണ്ടത്തരം ഉണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോ. അല്ല, എന്നാലും ഒരു കുട്ടി വന്ന് നിൽക്കുകയാണ് സാറിൻ്റെ അടുത്തൊരു പെൺകുട്ടി, സാർ ഞാൻ കല്യാണം കഴിക്കണോ അതോ കഴിക്കണ്ടേ എന്നൊരു ഓപ്ഷൻ ചോദിക്കുകയാണെങ്കിൽ സാർ എന്തുത്തരം നൽകും? കല്യാണം കഴിക്കുകയോ കല്യാണം കഴിക്കണ്ട എന്നുള്ള ചോദ്യം ഒരിക്കലും സാധ്യമല്ല. നിങ്ങൾക്കൊരു ഇണയെ വേണോ വേണ്ട എന്നുള്ളതാണ്. ഇണയെ മറ്റുള്ളവരുടെ മുന്നിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. അത് നിങ്ങൾ ഇണയെ തിരഞ്ഞെടുക്കുന്നതിന് ശേഷവും നിങ്ങളുടെ സ്വത്ത് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം അതുകൊണ്ടാണ്. നിങ്ങൾ സ്വത്ത് മേടിക്കും, അത് വിഭജിക്കുന്ന സമയത്ത്, നമ്മൾ പിരിയുന്ന സമയത്ത് ഈ സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്ന കാര്യത്തിനൊക്കെ ഈ പറയുന്ന കരാർ ആവശ്യമാണ്. മറ്റല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു തെളിവില്ല. അതുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ ഈ ആഘോഷിച്ച് വിവാഹം കഴിക്കണോ വേണ്ട എന്നൊക്കെയുള്ള ചോദ്യം വേറെയാണ്. അത് സെലിബ്രേറ്റ് ചെയ്യുക, ആൾക്കാർക്ക് സെലിബ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണ്ടെന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവരുടെ തിരഞ്ഞെടുപ്പ്, ഇണകളെ തിരഞ്ഞെടുക്കാൻ അവകാശം കിട്ടിയിട്ട് അത് ഉപയോഗിക്കാതെ വിവാഹിതരാകുന്നവരുടെ കാര്യം ആനമണ്ടത്തരമാണ്. ഇപ്പം നമ്മൾ യൂറോപ്യൻ കൺട്രീസിലും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോകുമ്പോൾ അറിയാം സാർ, ഇപ്പം കുട്ടികളെക്കാൾ ഒരുപാടായിട്ട് അവർ പെറ്റ്സിനെയാണ് കീപ്പപ്പ് ചെയ്യുന്നത്. കാരണം കുട്ടികൾ വേണം എന്നൊരു ചിന്തയിലധികം അവർ എത്തിയിട്ടില്ല, വേണ്ടാന്ന് വയ്ക്കുന്നവരാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് അതിൻ്റെ കാറ്റിങ്ങനെ വല്ലാതെ ഒന്ന് വീശി തുടങ്ങുന്നുണ്ടോ സാർ? എന്താണ് തോന്നുന്നത്? അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ജനിച്ച് ജീവിക്കുന്ന ആൾക്കാർ, കുട്ടികൾ, ഇപ്പം നമ്മൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയുന്നുണ്ട്. പണ്ടാണെന്നുണ്ടെങ്കിൽ 10 പ്രസവിക്കുന്നതിനകത്ത് 5 പേരും മരിച്ചു പോകും, ചിലപ്പോൾ 6 പോവും, 4 കാണുള്ളൂ. ഇന്നങ്ങനെയല്ല. ജനിക്കുന്നതിൽ 90% 95% കുട്ടികളും ജീവനോടിരിക്കും. ജനിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും എന്നറിയുന്നത് കൊണ്ട് ധാരാളം കുട്ടികളെ ഉണ്ടാക്കുന്ന കുറയും. വികസിക്കുന്ന സമൂഹങ്ങളിലെല്ലാം പോപ്പുലേഷൻ കുറയും. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ആകെ ജനസംഖ്യയുടെ കാര്യം, ആകെ ജനസംഖ്യ വർദ്ധിക്കാനായി. ലോകത്ത് 1927 കണക്ക് പ്രകാരം നമ്മളൊരു സെൻസസൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ 200 കോടി ജനം ഉണ്ടായത്. 100 വർഷമായിട്ടില്ല ഇപ്പോഴും, അടുത്ത കൊല്ലമേ ആകത്തുള്ളൂ 27. അന്ന് 100 വർഷത്തിനകത്ത് 650 കോടി ജനം ഉണ്ടായിക്കഴിഞ്ഞു. അത്രയും ജനസംഖ്യ കൂടിയിട്ടുണ്ട്. ജീവിത നിലവാരം വളരെയധികം ഉയർന്നിട്ടുണ്ട്. 200 കോടി ജനത്തിനകത്ത് 150 കോടിയും പട്ടിണി കിടക്കുമായിരുന്നു, 50 കോടിയെ പട്ടിണി ഇല്ലാതിരുന്നുള്ളൂ. ഇന്ന് 650 കോടിയും പട്ടിണിയില്ലാത്തവരാണ്, ബാക്കിയുള്ളവർ മാത്രമാണ് പട്ടിണി കിടക്കുന്നത്.
അപ്പോൾ അത്രയും സുഖസൗകര്യങ്ങളോടെ ജീവിക്കുന്ന ഒരു ലോകം ഉണ്ടായതുകൊണ്ട് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും, പക്ഷേ ഒരാൾ അല്ലെങ്കിൽ ഒരു പെയർ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയും. അതുകൊണ്ടാണ് എണ്ണം കുറയുന്നത്. എല്ലാവരും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് ജനിതകമായിട്ട് തന്നെ നമ്മളിലത് നമുക്ക് ഫീൽ ചെയ്യും. ധാരാളം കുട്ടികളെ ഉണ്ടാക്കാൻ തോന്നത്തില്ല. അത് ഫാമിലി പ്ലാനിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടെന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിച്ചു പോകും. കുട്ടി വേണ്ടാന്ന് തോന്നും. അത് ഇതുകൊണ്ടാണ് ജനസംഖ്യ ജീവിച്ചിരിക്കുന്നവർ. പിന്നെ അതുമാത്രമല്ല, ഷഷ്ടിപൂർത്തി ആഘോഷിച്ചിരുന്നവരാണ് നമ്മളെല്ലാം. ഈ നാട്ടിലെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചിരുന്നത്. ഇന്നായാലും മിണ്ടത്തില്ല. 60 വയസ്സായ കാര്യം പറയത്തില്ല. പണ്ടാന്ന് 55 വയസ്സിൽ പെൻഷനാണ്. ഗവൺമെൻറ് പെൻഷൻ കൊടുത്തിരുന്ന 5-6 വർഷമായിരുന്നു. അത് കഴിയുമ്പോഴത്തേനും അവർ മരിച്ചു. ഇന്ന് 35-40 വർഷമാണ് പെൻഷൻ മേടിക്കുന്നത്. ഇരട്ടി ജീവിതമാണ് നയിക്കുന്നത്. ഈ മേഖലകളിലുള്ള വർധനവിൻ്റെ വ്യത്യാസം കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോപ്പുലേഷൻ ഉണ്ടാക്കാനുള്ള, ആരും പറഞ്ഞിട്ടല്ല, ഉണ്ടാക്കാൻ തോന്നത്തില്ല. കാരണം നമ്മൾ റോഡിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും അവിടെ എല്ലാം മനുഷ്യരാണ്. ബസ്സിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ, എന്താ വെച്ചാൽ ട്രെയിനകത്ത് കയറിയാൽ അപ്പം നിറച്ച ആളുള്ള ഒരു ഫീല് നമ്മളിലുണ്ടാവും. അപ്പോൾ അത്രയും പേരെ വേണ്ടാന്ന് തോന്നും. പിന്നെ മാത്രമല്ല, ഉണ്ടാകുന്ന കുഞ്ഞ് മരിക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5 കുട്ടികളാണ് 1000. അപ്പോൾ അതിനകത്ത് ബാക്കിയുള്ളവർ മുഴുവൻ ജീവിച്ചിരിക്കുകയാണ്. ഈ ഒരു വ്യത്യാസമാണ് ഈ പോപ്പുലേഷൻ ഉണ്ടാക്കുന്നതിൽ കുറവ് വരുന്നത്. പക്ഷേ അത് ലോകത്ത് പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചാൽ അല്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കണം. പിന്നെ സാറിനോട് ചോദിക്കാനുള്ളത്, വ്യക്തമായിട്ടുള്ള അഭിപ്രായം സാർ എല്ലാ കാര്യത്തിലുമുണ്ട്. എന്നാലും നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ ഒരാളെ മാറ്റിയാൽ പകുതി പ്രശ്നങ്ങൾ കഴിഞ്ഞു എന്ന് തോന്നുന്ന ആ ഒരു പേര് ആരുടേതായിരിക്കും? ഇതൊക്കെ എന്താ പറയുക, അഭ്യൂഹങ്ങൾ വെച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. റിയാലിറ്റി ആയിട്ടൊന്നും ഒരു ബന്ധമില്ല. എന്നാലും ഒരു മനുഷ്യനും അങ്ങനെ ആരും ഒരാളുമില്ല. ഒരാളെ നാട്ടിൽ നിന്ന് മാറ്റിയാൽ അയാൾ മരിച്ചുപോയി അല്ല എന്ന് എല്ലാ കൊല്ലവും ആൾക്കാർ മരിച്ചു പോകുന്നില്ലേ? ഒന്നും തന്നെ സംഭവിക്കുന്നില്ലല്ലോ. അല്ല, ഈ ഒരു മേഖലയിൽ, ഇന്ന മേഖലയിൽ ഈ പുള്ളി ചെയ്യുന്നത് ഒരു രീതിയിലും സാറിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമായി തോന്നിയ ഒരു സോ കോൾഡ് ഒരു പബ്ലിക് ഫിഗറോ ഓർ എനിത്തിങ്, അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും സാറിന് മനസ്സിൽ വരുന്നുണ്ടോ? വേണ്ടാധീനങ്ങൾ വിളിച്ചു പറയുക, ഒരു കാര്യവുമില്ലാത്ത കാര്യങ്ങൾ മെസ്സുണ്ടാക്കുക, അങ്ങനെ ഒരു രീതിയിൽ നമ്മുടെ സിസ്റ്റത്തിനെ തന്നെ കുറച്ചൊന്ന് മെസ്റ്റപ്പ് ആകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ പുള്ളി നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പുള്ളി കുറച്ചൊന്ന് ഇത് എന്നാൽ കേരളം വിൽ ബി ക്വൈറ്റ് ബെറ്റർ എന്ന് സാറിന് തോന്നിച്ച ഏതെങ്കിലും ഒരു മുഖമോ? ഞാൻ ഈ വിഷയങ്ങളെ മനസ്സിലാക്കുന്ന രീതി ഇതുപോലെ അല്ല. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ ചോദ്യം ചോദിക്കും ഏതെങ്കിലും വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടല്ല, സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ആളുകളെല്ലാം. അത് മാറുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരാൾ ഒരു 2 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ മറന്നു പോലും പോകും. അപ്പോൾ ഇരിക്കുന്ന ആളിനെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിമാരെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്, അയാൾ മാറിയാൽ രക്ഷപ്പെടും. പക്ഷെ അങ്ങനെ നമ്മൾ കാണത്തില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അധികാരം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ, ഇപ്പോൾ ഹിറ്റ്ലർ ഇരുന്ന സമയത്തായിരുന്നു എല്ലാം പ്രശ്നമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ബോംബൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ട്രംപിനെ മാറ്റിയാൽ നാട് ശരിയാകും എന്ന് വിചാരിക്കും. ഞാൻ അങ്ങനെ വിചാരിക്കുന്നേ ഇല്ല. അയാൾക്ക് പകരം ഉടനെ തന്നെ ആ സ്ലോട്ടിൽ അതുപോലത്തെ ആൾക്കാരെത്തും. അത് ഞാൻ ആ വിഷയം മനസ്സിലാക്കുന്ന അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളാ ചോദിക്കുന്നത്. വെറുതെയൊക്കെ ആൾക്കാർ പറയും ഇയാളങ്ങ് ചത്തുപോയിരുന്നെങ്കിൽ നാടങ്ങ് നന്നായെന്ന് പറയുന്നത് ഒരു വെറും പറച്ചിൽ മാത്രമാണ്. അങ്ങനല്ല. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, എല്ലാ ചീഫ് ജസ്റ്റിസുമാരും ഉണ്ടാകുമ്പോഴൊക്കെ ഇതുപോലെ നമുക്കിങ്ങനെ ആലോചിക്കുമ്പോൾ ഇവരൊന്ന് ഇല്ലായിരുന്നെങ്കിൽ നേരെയായെന്ന് തോന്നും. അങ്ങനെ തോന്നുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ സാറ് റിയൽ അല്ല. അത് 2K കിഡ്സ് അറിയാലോ സാറി, 2000 കഴിഞ്ഞ് സാറ് പറഞ്ഞ പോലെ എന്താ പറയുക, സാറുമായിട്ട് ഒരുപാട് അവർ റിലേറ്റ് ചെയ്യുന്നുണ്ട്. സാറ് പറയുന്ന പല കാര്യങ്ങളും അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ സാർ, ഐ എം എ ലേഡി ഇൻ 35, എൻ്റെ പാർട്ട്ണർ ടോക്സിക് ആണോ അല്ലയോ എന്ന് തെളിയിക്കുന്ന ഒരു 3 ട്രെയ്റ്റ്സ് സാറിന് സൂചിപ്പിക്കാൻ പറഞ്ഞാൽ, അതായത് എൻ്റെ ഒരു പാർട്ട്ണർ, എനിക്ക് ഒന്നാൾ കല്യാണം കഴിച്ച ഒരാളായിരിക്കും, 35 ആണ്, എൻ്റെ പാർട്ട്ണർ ടോക്സിക് ആണെന്ന് വ്യക്തമായി തെളിയുന്ന ആദ്യത്തെ ഒരു 3 ട്രെയ്റ്റ്സ് സാർ എങ്ങനെയായിരിക്കും ആളോട് പറയുക? ഞാൻ ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ ഈ വ്യക്തികളെ പറയുന്ന പോലുള്ളൊരു സ്ഥലമാണ്. ഒരാൾ ടോക്സിക്കായിട്ടിരിക്കുന്നത് അയാളും അയാളുടെ ആ സിറ്റുവേഷനും കൂടെ ചേർന്നിട്ട് മാത്രമാണ്. കറക്റ്റ്.
രണ്ടുപേര് തമ്മിൽ വളരെ വയലൻ്റായിട്ടുള്ള ജീവിതമുള്ളവർ പിരിഞ്ഞിട്ട് വേറെ ആൾക്കാരുമായിട്ട് ഒരു പ്രശ്നമില്ലാതെ ജീവിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള ടോക്സിസിറ്റി എന്ന് നമ്മൾ പറയുന്നത് സിറ്റുവേഷൻ ബ്രീഡ് ചെയ്യുന്നതാണ്, അല്ലാതെ ആ ആളുകളിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമല്ല. ഒരാളുടെ ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മൾ കാണുന്നത്, ആ ട്രെയ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കൂടെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒന്നും തോന്നത്തില്ല. എത്രയോ പേര് നമ്മൾ ഇങ്ങനെ അത്ഭുതപ്പെടുത്തില്ലേ, നമ്മൾ വെടിവെച്ച് കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൂട്ടുകാരുണ്ടാവും, പാർട്ട്നേഴ്സ് ഉണ്ടാവും. അവരെങ്ങനെയാണ് അത് കാണുന്നതെന്നുള്ളൊരു കാര്യമില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ അങ്ങനെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ ഒരാൾ എൻ്റെ പാർട്ട്ണർ ടോക്സിക് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ട്രെയ്റ്റ് പറയുക എന്ന് പറയുന്നത് അയാൾ നിങ്ങളുടെ അടുത്ത് പെരുമാറുന്ന രീതി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, ഓക്കെ ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ് ടോക്സിക് ആവുന്നത്, വ്യക്തികളല്ല. ഒരു വ്യക്തിയിൽ അങ്ങനെ ഇരിക്കുകയല്ല ട്രെയ്റ്റ്സ് ഇരിക്കുന്നത്. ഇപ്പം നമുക്ക് ജനിതകമുള്ളത് സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് അത് ഇത് ചെയ്യുന്നത്, ഓപ്പണപ്പ് ആകുന്നത്. ജീൻ ഓണാകുകയും ഓഫാകുകയും ചെയ്യും. ഒരാൾക്ക് ജനിതകമുണ്ട് എന്നുള്ളത് കണ്ടെത്തിയുകൊണ്ട് അത് വിരിയണമെന്നില്ല, ഉണരണമെന്നില്ല. അപ്പോൾ സന്ദർഭം കൂടെ ചേർത്തല്ലാത്ത ഒരു ട്രെയ്റ്റും ലോകത്തില്ല. നമ്മൾ ഒരു 10 പേര് നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പം അതിൽ ഒരാളുമായിട്ടായിരിക്കും നമുക്ക് ഇഷ്ടം ഉണ്ടാകുന്നത്. അത് അയാളിലിരിക്കുന്ന കാര്യം കൊണ്ടല്ല, നമ്മളും അവരും തമ്മിലുണ്ടാകുന്ന കെമിസ്ട്രിയിലാണ് അതിരിക്കുന്നത്. നമ്മൾ അവരുടെ സാഹചര്യവും അവർ നമ്മുടെ സാഹചര്യവും ആകുന്നതുകൊണ്ടാണ്. ഇത് മനസ്സിലാക്കാതെ ആളുകളിൽ ഇങ്ങനെ ട്രെയ്റ്റുകൾ ഇരിക്കുകയാണ് എന്ന് പറയുന്നത് നേരത്തെ തൊട്ട് ആളുകളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യമാണ്. നമ്മൾ എന്നും പറഞ്ഞിട്ടുണ്ട്, മറ്റൊരാൾ അവരുടെ അടുത്ത് വേണ്ടും വണ്ണം നന്നായി പെരുമാറിയാൽ അവർക്ക് ആ സ്വഭാവം ഉണ്ടാകത്തില്ല. ഇതാണല്ലോ നമ്മൾ ഈ പറയുന്ന ഫിലോസഫി. ഈ ലോകത്ത് മനുഷ്യർ മറ്റു മനുഷ്യരെ സ്നേഹിക്കണമെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷന് സ്ഥലമുണ്ട് എന്ന് കാണുന്നുണ്ടാണ്. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെങ്ങനെയാണ് ടോക്സിക്കായ ആൾക്കാരെ മുഴുവൻ കളയേണ്ടി വരത്തില്ലേ?